ബംഗാൾ ഫയൽസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയല്ലോ സാർ, അത് കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. എന്താണ് സാർ ആ സിനിമയിൽ പറയുന്നത്? ആ സിനിമയിലുള്ളത് 1946 ഓഗസ്റ്റ് 16 മുഹമ്മദ് അലി ജിന്ന, മുസ്ലിം ലീഗിൻ്റെ പരമാത്മാവ്, അദ്ദേഹം പ്രത്യക്ഷ സമരദിനം എന്നൊരു പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യക്ഷ സമരദിനം പ്രഖ്യാപിച്ചത് ബംഗാളിലാണ് പ്രധാനമായും. ഓൾ ഇന്ത്യ ലെവലിലാണെങ്കിലും ഇത് ഗംഭീരമായിട്ട് നടപ്പാക്കുന്നത് ബംഗാളിലാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ ഭരണം നടന്നിരുന്ന സ്ഥലമാണ് ബംഗാൾ. ഹുസൈൻ ഷഹീദ് സുഹ്രവർദി ആയിരുന്നു അവിടെ മുഖ്യമന്ത്രി. ഹുസൈൻ ഷഹീദ് സുഹ്രവർദി എന്ന് പറഞ്ഞാൽ ധനികനാണ്. ഒരു റഷ്യൻ നടി വേറ എന്ന് പറഞ്ഞൊരു സ്ത്രീയായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യ. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ സിനിമയിൽ ഈ റഷ്യക്കാരിയെ കാണിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ സുഹ്രവർദി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും മുസ്ലിം ലീഗുകാരെ, ജുഹാദികളെയൊക്കെ, യുവാക്കളെയൊക്കെ അങ്ങോട്ട് ക്ഷണിച്ച് കൊണ്ടുപോയി ഈ ആക്രമണത്തിന് വേണ്ടി, ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തിന് വേണ്ടി. അത് കഴിഞ്ഞ് ഈ മുസ്ലിം ലീഗ് മന്ത്രിമാർക്കൊക്കെ പ്രത്യേക പെട്രോൾ കൂപ്പണുകൾ കൊടുത്തു. അതെന്തിനാന്ന് വെച്ചാൽ ബോംബ് ഉണ്ടാക്കാനായിട്ട്, പെട്രോൾ ബോംബുകൾ അത് കൊടുത്തു. സുഹ്രവർദി തന്നെ പോലീസ് സ്റ്റേഷനുകളിലും ഈ കേന്ദ്രങ്ങളിലൊക്കെ ഇത് നയിക്കാൻ പോലീസുകാരെയൊക്കെ അങ്ങേര് തന്നെ നയിച്ചു. കാരണം ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രിയായിരുന്നു, ആഭ്യന്തര വകുപ്പും അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു, ഇൻഫർമേഷൻ വകുപ്പും അദ്ദേഹം എന്ന് പറയുന്നില്ല, അയാളുടെ കയ്യിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഓഗസ്റ്റ് 16 മുതൽ 4 ദിവസം ഓഗസ്റ്റ് 19 വരെ കൊൽക്കത്തയിൽ ഹിന്ദു വേട്ട നടന്നു. 20 ലക്ഷം ഹിന്ദുക്കളെ ബാധിച്ചതായിട്ട് സിനിമയിൽ പറയുന്നുണ്ട്. എന്തായാലും 10,000-ഓളം ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു എന്നുള്ളതാണ് കണക്ക്. ഇത് ആ ദിവസം ഈ റംസാൻ കാലമാണ്. ബദർ യുദ്ധം, പ്രവാചകൻ മുഹമ്മദ് നബി ബദർ യുദ്ധം നയിച്ച, അതായത് അവിശ്വാസികൾക്ക് മേൽ ഇസ്ലാമിൻ്റെ ആദ്യത്തെ വിജയം ഒക്കെ ഉണ്ടായ സമയമാണ് ഈ ബദർ യുദ്ധകാലം. അതാണ് തിരഞ്ഞെടുത്തത്. റമസാനിലെ 17-ാം നാൾ ആണ് ഈ ഹിന്ദു വേട്ട തുടങ്ങിയത്. നമ്മൾ തിരിഞ്ഞ് ഇവിടെ നോക്കുകയാണെങ്കിൽ മാപ്പിള ലഹള ഇതേ സമയത്താണ് തുടങ്ങിയതെന്ന് നമുക്ക് കാണാം. ഓഗസ്റ്റ് 19-നാണ് മാപ്പിള ലഹള തുടങ്ങിയത്. ഇതുപോലെ ഇതേ യുദ്ധകാലത്തും റംസാൻ കാലത്തും ഒക്കെയാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു സമയം കണ്ടുപിടിക്കുക, ഹിന്ദുക്കളെ ആക്രമിക്കുക, ഹിന്ദുക്കളുടെ കടകൾ തീ വയ്ക്കുക, ഹിന്ദുക്കളുടെ വീടുകൾ തീ വയ്ക്കുക, ഇങ്ങനെ ഒരു പരിപാടി. കൽക്കത്ത മൈതാനത്ത് 1 ലക്ഷം മുസ്ലിങ്ങൾ പങ്കെടുത്ത ഒരു റാലി ആദ്യം. ഈ റാലി കഴിഞ്ഞിട്ടാണ് ഈ ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലേക്ക് പോകുന്നത്. ഈ 1 ലക്ഷം പേര് പങ്കെടുത്ത റാലി അവിടുത്തെ മേയർ ഉസ്മാൻ, മുസ്ലിം ലീഗ് മേയർ സംഘടിപ്പിക്കുന്നതാണ്. മുസ്ലിം ലീഗ് മേയർ അവിടെ ലഘുലേഖയൊക്കെ ഇറക്കുന്നുണ്ട്, കാഫറുകളെ നിങ്ങളുടെ അവസാനം അടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ റാലി സ്ഥലത്ത്, മൈതാനത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് അന്നത്തെ MLA ജ്യോതി ബസു. ഇത് അക്രമത്തിലേക്ക് നീങ്ങുമെന്ന് കണ്ടപ്പോൾ അയാൾ ഓടിക്കളഞ്ഞു, തടി തപ്പി. കാരണം അന്ന് പാകിസ്ഥാനെ അനുകൂലിച്ചാണ് പാർട്ടി നിലകൊണ്ടത്. ജ്യോതി ബസുവിനെ സിനിമയിൽ കാണിക്കുന്നില്ല. ഞാൻ ഈ പറയുന്ന രംഗമില്ല. അത് വിവേക് അഗ്നിഹോത്രിക്ക് അത് അറിയില്ലായിരിക്കും. അതുപോലെ തന്നെ EMS അന്ന് ഈ പ്രത്യക്ഷ സമരദിനത്തിൽ ഈ കേരളത്തിലും കലാപത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. പക്ഷേ അതാരും മൈൻഡ് ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. EMS അങ്ങനെ അറിയപ്പെടുന്ന ആളും ഒന്നുമല്ലായിരുന്നു, ഒരു വലിയ നേതാവൊന്നുമില്ല, മലബാറിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇവിടെയും ആഹ്വാനം ചെയ്തെങ്കിലും പാർട്ടി അന്ന് മുസ്ലിം ലീഗിൻ്റെ കൂടെയാണ്. മാത്രമല്ല പാകിസ്ഥാൻ വാദത്തിനെ അനുകൂലിച്ചതുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഗംഗാധർ അധികാരി എന്ന് പറഞ്ഞ അന്നത്തെ അവരുടെ പോളിറ്റ് ബ്യൂറോ അംഗം ഇതിനെ അനുകൂലിച്ചിട്ട് പാകിസ്ഥാൻ തീസിസ് എന്ന് പറഞ്ഞൊരു തീസിസ് തന്നെ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്ന് കെമിസ്ട്രിയിൽ PhD ഒക്കെ നേടി വന്ന ആളാണ് ഈ G അധികാരി എന്ന് പറയുന്ന ആൾ, ഈ പാകിസ്ഥാൻ തീസിസ്. അപ്പോൾ ഈ സിനിമയിൽ ഈ ഹിന്ദു വേട്ട ശരിക്കും നമ്മളിത് കാണുമ്പോൾ
നമ്മുടെ മുമ്പിൽ ഈ തിരശ്ശീല തന്നെ കത്തുന്ന അനുഭവം നമുക്കുണ്ടാവും. ഇതുപോലെ ഭീകരമായ ദൃശ്യങ്ങൾ വേറൊരു സിനിമയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ പെരുമൺ ദുരന്തം 105 ജഡത്തിൻ്റെ ഇടയ്ക്കൊക്കെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അനുഭവമൊക്കെ ഉള്ള ആളാണ്. ഇതിൻ്റെ അകത്തുള്ള ഇങ്ങനെ ജഡങ്ങളിങ്ങനെ കൂമ്പാരമായിട്ട് കിടക്കുന്നത്, വന്ദേ മാതരം പത്രത്തിൻ്റെ പത്രാധിപരുടെ തല കണ്ടിക്കുന്നത്, എന്നിട്ട് ഇതിങ്ങനെ കുത്തിയെടുക്കുന്നത്. വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറഞ്ഞിട്ടൊരു ജിഹാദി ഇല്ലേ, അയാൾ അഹമ്മദ് ചേക്കുട്ടി എന്ന് പറഞ്ഞൊരു പഴയ സബ് ഇൻസ്പെക്ടറെ കൊന്നിട്ട് ഈ കുന്തത്തിൽ തല കോർത്തിട്ട് അടുത്ത ജംഗ്ഷനിലേക്ക് ഒരു മാർച്ച് നടത്തുന്ന ഒരു സംഭവമുണ്ട് മാപ്പള ലഹളയിൽ. ഇതൊക്കെയാണ് ഈ വന്ദേ മാതരത്തിൻ്റെ പത്രാധിപര് ഇങ്ങനെ തല ഇങ്ങനെ വെട്ടുന്ന ആ രംഗമൊക്കെ കാണുമ്പോൾ. അതുപോലെ തന്നെ ഇറച്ചിക്കടയിലുണ്ടല്ലോ ഈ മനുഷ്യരെ കൊന്ന് ഈ ഇറച്ചി തൂക്കിയിട്ടിരിക്കുന്ന അതിബീഭത്സമായ രംഗങ്ങൾ. ചില സമയത്ത് ഞാൻ തന്നെ ഈ തല തിരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ സ്ക്രീനിൽ നിന്ന്. അങ്ങനെ വളരെ എത്രമാത്രം ക്രൂരത അന്ന് നടന്നിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെ ഈ ജിഹാദി ഗുണ്ടകളെല്ലാം കൂടി ചെയ്തിട്ട് ഇത് ഹിന്ദുക്കളെന്ന് പ്രതിരോധിക്കുകയും ചെയ്തു. ഹിന്ദുക്കൾ വെറുതെ ഇത് ഇങ്ങനെ ഏറ്റുവാങ്ങുക മാത്രമല്ല ചെയ്തത്. ഗോപാൽ പത്ത എന്ന് പറഞ്ഞ ഒരു ഗുസ്തിക്കാരൻ, ആട്ടിറച്ചി വെക്കുന്ന ഹിന്ദുവാണ്. അങ്ങേര് ഈ കുടിയേറ്റ തൊഴിലാളികൾ, പിന്നെ സാധാരണ തൊഴിലാളികൾ, ഇങ്ങനത്തെ ഉള്ള ആളുകളെയൊക്കെ കൂട്ടിയിട്ട് ഒരു 800 പേര് അടങ്ങുന്നൊരു സംഘം ഉണ്ടാക്കിയിട്ട് ഈ ജിഹാദികളെ പ്രതിരോധിച്ചു. ഒരു 3-ാമത്തെ ദിവസം മുതൽ കാര്യമായി ഈ ഗോപാൽ പത്തയുടെ നേതൃത്വത്തിൽ, ഗോപാലകൃഷ്ണ മുഖോപാധ്യായ എന്നാണ്, അപ്പോൾ പ്രതിരോധിച്ചു. അപ്പോൾ അങ്ങനെ ഹിന്ദുക്കൾ ഓരോ സ്ഥലത്തേക്കും കയറി ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഈ സുഹ്രവൃതി ദൂതന്മാരെ ഗോപാൽ പത്തയുടെ അടുത്തേക്ക് അയക്കുന്നൊക്കെ ഉണ്ട്. അത് ഈ സിനിമയിലുള്ള ഭാഗമല്ല ഞാൻ പറയുന്നത്, ഞാൻ ചരിത്രം പറയുന്നതാണ്. അപ്പോൾ ഗോപാൽ പത്തയുടെ അടുത്ത് നമുക്ക് സമാധാനത്തിൽ പോവാം, മുസ്ലിങ്ങൾക്ക് കിട്ടിത്തുടങ്ങിയപ്പോൾ ഇനി ദയവീത് കുഴപ്പമുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദൂതന്മാരെ അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഗോപാൽ പത്ത. തെക്കൻ കൽക്കട്ടയിൽ നിന്ന് ഒരുപാട് സിഖുകാർ ഹിന്ദുക്കളെ സഹായിക്കാനായിട്ട് വാഹനമായിട്ടൊക്കെ എത്തി. ആദ്യം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷിച്ചു, പിന്നെ പുരുഷന്മാരെയൊക്കെ രക്ഷിച്ചു. ഈ ഗോപാൽ പത്ത ഇതിലെ അനുപം ഖർ ആണ് ഗാന്ധിയെ അവതരിപ്പിക്കുന്നത്. അനുപം ഖർ അവതരിപ്പിക്കുന്ന ഗാന്ധിയുടെ അടുത്തേക്ക് ഗോപാൽ പത്ത ചെന്നിട്ട് ഈ ഹിന്ദുക്കൾ മുഴുവൻ ആയുധം അടിയറ വെക്കണം എന്ന് ഗാന്ധി ഉത്തരവിറക്കിയിരുന്നു. അപ്പോൾ കുറേ ഹിന്ദുക്കൾ കൊണ്ടുപോയി ആയുധം താഴെ വെച്ച് കീഴടങ്ങുന്നുണ്ട്. ഗോപാൽ പത്ത ആയുധം താഴെ വയ്ക്കുന്നില്ല, ഗാന്ധിയെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഗാന്ധിയോട് ചോദിക്കുകയാണ്, ഹിന്ദുക്കളെ ഈ ജിഹാദികൾ വന്ന് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഹിന്ദു സ്ത്രീകൾ എന്ത് ചെയ്യണം? അപ്പോൾ ഗാന്ധി പറയുക, അവരെ ആത്മഹത്യ ചെയ്യണമെന്ന്. ഗാന്ധി മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു പോരാട്ടം നടന്നാൽ ഹിന്ദുക്കൾ ഭീരുക്കളായതുകൊണ്ട് മുസ്ലിങ്ങളുടെ അടി മുഴുവൻ കൊള്ളണം, സഹിക്കണം. പണ്ട് എങ്ങനെ സഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പത്രത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അവൈലബിൾ ആണ്, അതെ ഡോക്യുമെൻ്റ് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ CNN അഗ്നിഹോത്രിയുടെ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ ഈ വാചക അഗ്നിഹോത്രി പറയുന്നുണ്ട്. ഓരോ വാചകവും ഭയങ്കര തീക്ഷ്ണമാണ് ഇതിൻ്റെ അകത്ത്. അതായത് ഹിന്ദു വേട്ട ഈ ജിഹാദികൾ തുടങ്ങുമ്പോൾ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ് 14-ാം തീയതി പാതിരയ്ക്ക് പാർലമെൻറ്റിൽ നടത്തുന്ന നെഹ്റുവിൻ്റെ പ്രസംഗം ഉണ്ടല്ലോ, അതിൻ്റെ വോയിസ് ഓവർ ഇങ്ങനെ കേൾക്കാം. നെഹ്റുവിൻ്റെ പ്രസംഗം, നമ്മൾ സ്വാതന്ത്ര്യം നേടി എന്ത് മഹത്തരമായ രാജ്യം എന്നൊക്കെ നെഹ്റു പ്രസംഗിക്കുമ്പോഴോ ജിഹാദികൾ ഇങ്ങനെ ഹിന്ദുക്കളെ കൊല്ലുകയാണ്. പശ്ചാത്തലത്തിൽ ഈ പ്രസംഗമാണ് കേൾക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള അപാരമായ രംഗങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഈ സിനിമ സന്ദേശ് ഖാലിയുടെ പശ്ചാത്തലത്തിലാണ്, ഫ്ലാഷ് ബാക്കായിട്ടാണ് ഈ ഒക്ടോബറിലെ നവഖാലി ഒക്കെ വരുന്നത്. അപ്പോൾ ഒരു CBI ഓഫീസർ
രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത ആളെ ഈ സന്ദേശ് ഖാലി എന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നില്ല, മുർഷിദാബാദ് എന്നേ പറയുന്നുള്ളൂ. അവിടെ നടന്ന ഈ അക്രമങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് CBI ഡയറക്ടർ അയക്കുകയാണ്. ഈ അയക്കുന്ന ദിനേശ് കുമാർ, അങ്ങനെ ദർശൻ കുമാർ നടൻ അവതരിപ്പിക്കുന്ന ആളാണ് ഈ CBI ഓഫീസർ. അദ്ദേഹം ഒരു കശ്മീരി പണ്ഡിറ്റാണ്, CBI ഓഫീസറായിട്ട് വരുന്ന ആൾ. അപ്പോൾ പല്ലവി ജോഷി, ഇദ്ദേഹത്തിൻ്റെ അഗ്നിഹോത്രിയുടെ ഭാര്യ, മുമ്പ് തീർത്ഥം എന്ന് പറഞ്ഞ മലയാള സിനിമയിൽ അവർ അഭിനയിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, മോഹൻ സംവിധാനം ചെയ്തത്. അപ്പോൾ ഈ പല്ലവി ജോഷി അവതരിപ്പിക്കുന്ന ഭാരതി ബാനർജി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. പണ്ട് ഈ വേട്ടയിലൊക്കെ ഇരയായിരുന്ന, മുസ്ലിങ്ങളുടെയൊക്കെ ഇരയായിരുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് ഓർമ്മകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാണാതായ സന്ദേശ് ഖാലിയിലെ കാണാതായ ഗീത എവിടെ പോയി എന്നുള്ള അന്വേഷണത്തിനാണ് CBI ഓഫീസർ വരുന്നത്. പിന്നെ CBI ഓഫീസറുടെ മുകളിൽ CBI ഡയറക്ടറുടെ തന്നെ സമ്മർദ്ദം വരുന്നു. കാരണം ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ആളാണല്ലോ പ്രതി, അതുകൊണ്ട് ന്യൂനപക്ഷത്തിനെതിരെ നമ്മൾ നീങ്ങിയാൽ പ്രശ്നം വരും എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് CBI ഈ ഓഫീസർ, ഈ പണ്ഡിറ്റ്, കശ്മീരി പണ്ഡിറ്റ്, ഈ നവജിഹാദിയെ, ഈ കാലത്ത് ബംഗാളിൽ ഭീതി വളർത്തിക്കൊണ്ടിരിക്കുന്ന ജിഹാദി ഉണ്ടല്ലോ, ഒരു ഡോൺ, അയാളെ കൊല്ലുന്നതാണ് ഈ സിനിമയുടെ അന്ത്യത്തിൽ വരുന്നത്. അപ്പോൾ ബംഗാളിൽ അന്നും ജിഹാദ് ഉണ്ടായിരുന്നു, ജിഹാദികളുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അന്നും ഹിന്ദുവേട്ടം നടന്നിരുന്നു, ഇന്നും ദീദിയുടെ നേതൃത്വത്തിൽ ഹിന്ദുവേട്ടം നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സിനിമയാണിത്. ഇതിന് വേറൊരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മണിപ്പൂരിൽ കലാപകാലത്ത് എന്തുകൊണ്ട് മോദി പോയില്ല എന്ന് ജിഹാദികൾ, മാർക്സിസ്റ്റുകൾ, കപട മതേതരവാദികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹിന്ദുവേട്ട നടക്കുമ്പോഴോ നടന്ന ശേഷമോ നെഹ്റുവോ ഗാന്ധിയോ ഇവിടെ പോയോ? നെഹ്റു പിന്നെ ഒക്ടോബറിൽ നവഗാലിയിൽ ഇതിന് മറുപടി, ഓഗസ്റ്റ് 16 മറുപടി നടക്കുമ്പോഴാണ് ചെല്ലുന്നത്. മുസ്ലിങ്ങൾക്ക് പ്രശ്നം വരുന്നുള്ള സമയത്താണ് ചെല്ലുന്നത്. ഈ നെഹ്റുവും ഗാന്ധിയും ഈ ഹിന്ദുക്കൾ ഇങ്ങനെ ചത്തൊടുങ്ങിയപ്പോൾ കൽക്കത്തയിൽ പോയില്ല. എന്തുകൊണ്ട് നെഹ്റു പോയില്ല എന്നറിയാമോ? ഇടക്കാല മന്ത്രിസഭയുടെ രൂപീകരണം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സഹകരണം വേണം നെഹ്റുവിന്. നെഹ്റുവിൻ്റെ ഇടക്കാല മന്ത്രിസഭയിൽ 5 മുസ്ലിം ലീഗ് മന്ത്രിമാരുണ്ടായിരുന്നു. 4 പേരും മുസ്ലിങ്ങൾ, പിന്നെ ഒരു ദലിത് ജോഗേന്ദ്രനാഥ് മണ്ഡൽ നിയമമന്ത്രി. അങ്ങേര് പിന്നീട് പാകിസ്ഥാനിൽ നിയമമന്ത്രിയൊക്കെ ആയിട്ട് അങ്ങേർക്കും മടുത്തു ജിഹാദികളെ. അങ്ങേര് തിരിച്ച് മണ്ഡൽ ഇന്ത്യയിലേക്ക് തിരിച്ച് വരികയും ചെയ്തിരുന്നു. മറ്റേത് 4 പേരിൽ ഒരാൾ മറ്റേ ലിയാഖത്ത് അലി ഖാനായിരുന്നു, ധനമന്ത്രി, വലിയ വകുപ്പുകളാണ് അവിടുത്തെ. പിന്നീട് ലിയാഖത്ത് അലി ഖാൻ പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയായി. അയാൾ പ്രധാനമന്ത്രിയായപ്പോൾ അയാളുമായിട്ട് നെഹ്റു ഡൽഹി സന്ധി ഉണ്ടാക്കി. അങ്ങനെയാണ് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് 10 ലക്ഷം ഹിന്ദുക്കൾക്ക് പലായനം ചെയ്യേണ്ടി വന്നത്. ഇങ്ങനെ നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും കൂടി ഒറ്റിൻ്റെ കഥയും കൂടിയാണ് ഈ ബംഗാൾ ഫയൽസ് എന്ന് പറയുന്ന നടുക്കുന്ന സിനിമ. പക്ഷേ അത് കേരളത്തിലെ ഒരുപാട് തിയേറ്ററുകളിലില്ല. എറണാകുളത്ത് 3 തിയേറ്ററുകളിൽ ഓരോ ഷോ മാത്രമുണ്ട്. ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നീളം കൂടിയ സിനിമകളിലൊന്നാണിത്. 3.5 മണിക്കൂറുണ്ട്, 204 മിനിറ്റ് സിനിമ. ബട്ടണും അമർത്തുക.